ജീവിതത്തിൽ ഒപ്പം ചേർന്നതു മുതൽ അവസാന നാളുകൾ വരെ VSനൊപ്പം ഭാര്യ വസുമതി നിഴലുപോലെ ഉണ്ടായിരുന്നു. ചേർത്തല കോടംതുരുത്തിലാണ് വസുമതിയുടെ വീട്. ഒരിക്കൽ കോടംതുരുത്തിലെ പാർട്ടി യോഗത്തിൽ VSന്റെ പ്രസംഗം കേട്ട് നിൽക്കുകയായിരുന്ന വസുമതിയോട് പ്രാദേശിക നേതാവായ TK രാമൻ വന്ന സഖാവിന്റെ പ്രസംഗം എങ്ങനെയുണ്ടെന്ന് തിരക്കി. മഹിളാ പ്രവർത്തകയായ വസുമതി ഏറെ ആരാധനയോടെയാണ് ആ പ്രസംഗം കേട്ടിരുന്നത്. പിന്നീട് വസുമതി സെക്കന്ദരാബാദ് ഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. ശേഷം ജോലി ആരംഭിച്ച സമയത്താണ് ഉടൻ എത്തണമെന്നറിയിച്ച വീട്ടിൽ നിന്നൊരു കമ്പി സന്ദേശം ലഭിച്ചത്. വീട്ടിലെത്തിയപ്പോൾ വിവാഹം നിശ്ചയിച്ചെന്നും വരൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അമ്പലപ്പുഴ MLAയുമായ VS അച്യുതാനന്ദനാണെന്നും അറിഞ്ഞു. വിവാഹം കഴിക്കേണ്ടെന്ന് ചിന്തിച്ചിരുന്ന VS വയസ്സാകുമ്പോൾ ഒരു കൂട്ട് വേണമെന്ന ചിന്തയിൽ 43-ാം വയസ്സിൽ തീരുമാനം മാറ്റുകയായിരുന്നു. അന്ന് വസുമതിക്ക് 29 വയസ്സ്. 1967 ജൂലൈ 16 ഞായറാഴ്ച പകൽ 3-ന് ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിലായിരുന്നു വിവാഹം. അടിയന്തരാവസ്ഥ കാലത്ത് വീട്ടിൽ നിന്നാണ് പോലീസ് VSനെ പിടിച്ചുകൊണ്ടുപോയത്. കുട്ടികളായിരുന്ന ആശയെയും അരുണിനെയും സംരക്ഷിക്കുന്നതിനും വീട്ടുകാര്യങ്ങളും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും വസുമതി പുലർത്തിയിരുന്ന മികവ് പൂർണ്ണസമയ പൊതുപ്രവർത്തനത്തിൽ മുഴുകാൻ VSന് സഹായകമായി. VSന്റെ രാഷ്ട്രീയ കയറ്റിറക്കങ്ങളുടെ നിശബ്ദ സാക്ഷിയായിരുന്നു വസുമതിയമ്മ. കഴിഞ്ഞ ജൂലൈ 16-നായിരുന്നു ഇരുവരുടെയും 58-ാം വിവാഹ വാർഷികം. VSന്റെ മകൻ VA അരുൺകുമാർ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വസുമതിയുമായുള്ള VSന്റെ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് കതിർമണ്ഡപമുണ്ടായിരുന്നില്ല, പുടവ കൊടുത്തില്ല, 4 കൂട്ടം പായസങ്ങളുമായുള്ള സദ്യയുമില്ലായിരുന്നു. മാലയിടൽ ചടങ്ങിന് ശേഷം നേരെ പോയത് സഹോദരിയുടെ വീട്ടിലേക്ക്. രാത്രിയോടെ വാടക വീട്ടിലേക്ക് മടക്കം. അമ്പലപ്പുഴ MLA കൂടിയായിരുന്ന VS പുതുമണവാളന്റെ വേഷം അഴിച്ചുവെച്ച പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കിയായിരുന്നു നിയമസഭാ സമ്മേളനത്തിനായുള്ള യാത്ര. രോഗാതുരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് N സുഗതനെ കണ്ടപ്പോൾ ഭാവിയിൽ കൂടെ ആരെങ്കിലും വേണമെന്ന ചിന്തയെ തുടർന്നാണ് 42-ാം വയസ്സിൽ VS വിവാഹത്തിനെക്കുറിച്ച് ചിന്തിച്ചത്. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുമ്പോഴും VS നല്ലൊരു കുടുംബസ്ഥനായിരുന്നു. മക്കളായ അരുൺകുമാറും ആശയും പിറക്കുമ്പോൾ VS കൂടുതൽ തിരക്കുകളിലേക്ക് കടന്നിരുന്നു. കുഞ്ഞുനാളിലെ അച്ഛനോട് മക്കൾക്ക് ചില പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കേരള രാഷ്ട്രീയം കൂടുതൽ VSനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കുകളും അതുപോലെ തന്നെ. തിങ്കളാഴ്ച വൈകുന്നേരം 3:20-ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ വെച്ചായിരുന്നു VSന്റെ അന്ത്യം. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം VSന്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോയി. 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് ഉച്ചയ്ക്ക് 2-ന് മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അന്തിമ ഉപചാരമർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 27 കേന്ദ്രങ്ങളിലൂടെ വിലാപയാത്ര കടന്നുപോകും. പാളയം, PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലംകോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പാട്ടുകോണം എന്നിങ്ങനെയാണ് കേന്ദ്രങ്ങൾ. കൊല്ലം ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനമുണ്ടാകും. നാളെ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.